ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ വീഡിയോയുടെ അവസാനം ഒരു പുതിയ പരിശുദ്ധാത്മ അഭിഷേകം ഇന്ന് നമ്മളിലേക്ക് ചൊരിയുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പലരും അഭിഷേകം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു വികാരമായിട്ടാണ്, ഒരു ഫീലിംഗ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ അഭിഷേകം എന്നത് നമ്മളുടെ പേഴ്സണൽ ലൈഫിനെയും നമ്മുടെ ശുശ്രൂഷകളെയും മാറ്റിമറിക്കുന്ന വലിയ ഒരു ദൈവിക വ്യവസ്ഥയാണ്. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഗോഡ്. അപ്പോൾ അഭിഷേകത്തെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ദൈവിക വ്യവസ്ഥയാണ് എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. എന്നാൽ അത് അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെയുള്ള ചില ജീവിത സാഹചര്യങ്ങൾ പിതാവായ ദൈവം ക്രിയേറ്റ് ചെയ്യും ചിലപ്പോൾ. ഹല്ലേലൂയ. അതൊരിക്കലും നമ്മളെ തകർത്ത് കളയാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് നമ്മളിലുള്ള യഥാർത്ഥ അഭിഷേകത്തെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ദൈവത്തിൻ്റെ സിസ്റ്റമാണത്. ടു അനോയിൻറ്റ് യു വിത്ത് പ്യുവർ ഓയിൽ ഫ്രം ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. അപ്പോൾ അഴിയുന്നത് പോലെ, അല്ലെങ്കിൽ അകത്ത മനുഷ്യൻ ഡൈയിങ് ടു ദ സെൽഫ്, ക്രഷിങ് മൊമെൻറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു ചില സാഹചര്യങ്ങൾ നമ്മുടെ അകത്തുള്ള അഭിഷേകത്തെ പുറത്തു കൊണ്ടുവരും. മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം നമ്മളിലേക്ക് പകരപ്പെടുവാനും പലപ്പോഴും അങ്ങനെയുള്ള അനുഭവത്തിലൂടെ നമ്മൾ വളരെ പേഷ്യൻ്റായിട്ട് പോകുമ്പോൾ അതിൻ്റെ അവസാനം ഒരു അഭിഷേക തൈലം നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് ചൊരിയാനിടയാകും. ഈ അഭിഷേക തൈലം അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അത് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ ഈ ഒലിവിൻ്റെ പഴങ്ങൾ അതൊരു ചക്കിലിട്ട് അത് ചതച്ചരച്ചാണ് അതിൽ നിന്ന് ഓയിൽ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അകത്ത മനുഷ്യൻ, ഹി വാസ് എ ക്രഷിങ് ടു ഹിംസെൽഫ്, അല്ലേ? ആന്തരിക മനുഷ്യൻ ക്രഷ് ചെയ്യപ്പെടുകയാണ്, ചതയ്ക്കപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ അഴിയുകയായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഗെത്സമേൻ എന്ന് പറയുന്ന തോട്ടത്തിൻ്റെ അർത്ഥം തന്നെ ഒലിവ് ചക്ക്, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ഒലിവ് പ്രസ് എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികൾ, ചില തകർച്ചകൾ, അത് നമ്മളെ ഒരിക്കലും നശിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മളുടെ അഭിഷേകത്തെ, പുതിയ അഭിഷേകത്തെ നമ്മളിലേക്ക് പകരുവാൻ വേണ്ടിയുള്ള ദൈവിക വ്യവസ്ഥയാണ് പലപ്പോഴും അങ്ങനെയുള്ള ചില മേഖലകൾ. അപ്പം ബൈബിളിൽ അഭിഷേകത്തിന് വ്യത്യസ്ത തലങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് തിരുവചനങ്ങളിലൂടെ ഒന്ന് കാണാം. ലേവ്യരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ഒന്നാമതായിട്ട് ഈ കുഷ്ഠരോഗിയുടെ മേൽ ഒരു രക്തം തളിക്കും. അപ്പോൾ പുതിയ നിയമത്തിൽ അതെന്താണ്? ആ കുഷ്ഠരോഗിയുടെ മേൽ തളിക്കുന്ന രക്തം ഇന്ന് ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൻ്റെ തളിക്കപ്പെട്ട രക്തത്താൽ ഹല്ലേലൂയ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അപ്പം നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നു എന്നാണ് അതിൻ്റെ പഴയ നിയമത്തെ നിഴലായിട്ടാണ് കുഷ്ഠരോഗിയുടെ മേൽ രക്തം തളിക്കുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു യേശുവിൻ്റെ സംസാരിക്കുന്ന രക്തം, നിർമ്മല രക്തം, പരിശുദ്ധ രക്തം എൻ്റെ മേലും നിങ്ങളുടെ മേലും തളിക്കപ്പെട്ടു. അങ്ങനെയാണ് നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. ഇനി രണ്ടാമതായിട്ട് അവിടെ കാണാൻ സാധിക്കും, ഈ കുഷ്ഠരോഗിയുടെ കാതുകളിലും വിരലുകളിലും എണ്ണ പുരട്ടും. ആ എണ്ണ പുരട്ടുന്ന എന്താണ്? പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് കോൺസെക്രേഷനാണ്. ഇറ്റ്സ് എ കോൺസെക്രേഷൻ ത്രൂ ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഇനി മൂന്നാമതായിട്ട് കാണാൻ സാധിക്കും, അതിനുശേഷം അവൻ്റെ തലയിൽ ഒരു എണ്ണ ഒഴിക്കും. ആ എണ്ണ ഒഴിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ മേൽ ഒരു അധികാരവും ശക്തിയും ഒരു അഭിഷേകവും പകരുന്ന ഒരു വിഷയമാണ്. ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, ഗോ ആൻഡ് ചെക്ക് ദ മീനിങ് ഓഫ് ദ വേർഡ് നസ്രത്ത്. നസ്രത്ത് എന്ന് പറയുന്ന ആ ഒരു പദത്തിൻ്റെ സ്പിരിച്വൽ മീനിങ്ങിനെ കുറിച്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ ഒരിക്കൽ പറഞ്ഞു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഈ ബിബ്ലിക്കൽ സ്കോളേഴ്സ് എഴുതിയിരിക്കുന്ന വാക്കുണ്ട്. ഈ നസ്രത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ ആത്മീയ അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സെപ്പറേറ്റഡ്, സാങ്ക്ടിഫൈഡ് ആൻഡ് ക്രൗൺഡ് എന്നാണ്. അതായത് വേർതിരിക്കപ്പെട്ടവൻ, വിശുദ്ധീകരിക്കപ്പെട്ടവൻ, അധികാരങ്ങൾ നൽകപ്പെട്ടവൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു 3 സ്റ്റേജ് എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ മാത്രം നിലനിന്നു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്.
രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് എങ്ങനെയാണോ അഴുകുന്നത്, അതുപോലെ നമ്മുടെ ലൈഫിനകത്തൊരു ക്രഷിങ് മൊമെൻറ്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പിന്നീട് അഭിഷേകം ചെയ്യപ്പെടുന്ന, അധികാരം പകരപ്പെടുന്ന, കിരീടം ധരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്കും നമ്മളെല്ലാവരും കടന്നു വരാനിടയാകും. ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ അനേകം കടന്നുപോയ സഹനങ്ങളുണ്ട്. ഇന്ന് ദിവസം നിങ്ങളെ അധികാരത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ ഒരു തലങ്ങളിൽ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? അഭിഷേകത്തിൻ്റെ തലങ്ങളിലേക്ക് കടന്നു വരണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഭിഷേകം എപ്പോഴും യുദ്ധങ്ങളെ ആകർഷിക്കും. അപ്പം ശത്രു നമ്മളെ ആകർഷിക്കുന്നത് നമ്മളുടെ ഫേസോ ബ്യൂട്ടിയോ എഡ്യൂക്കേഷനോ ഒന്നും കണ്ടിട്ടില്ല, മറിച്ച് നമ്മുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകത്തിൻ്റെ അളവ്. കാരണം ആ അഭിഷേകമാണ് അവൻ്റെ തലയെ തകർക്കുന്നത്. ഈ 1 സാമുവൽ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമുക്കറിയാം, സാമുവൽ പ്രവാചകൻ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. തൊട്ടടുത്ത അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാവീദ് ഗോലിയാത്തിനെതിരെ നിൽക്കുന്നതാണ് ശരിക്കും, അല്ലെങ്കിൽ ദാവീദിനെതിരെ വരുന്നൊരു ഗോലിയാത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അഭിഷേകം വാർഫെയറിനെ ട്രിഗർ ചെയ്യും, അഭിഷേകം ദുരാത്മാക്കളെ ആകർഷിക്കും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചില പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ നിറയപ്പെടുന്ന പരിശുദ്ധാത്മ അഭിഷേകം അത് നിങ്ങളുടെ ശത്രുവിനെ തോൽപ്പിക്കാനുള്ള അഭിഷേകമാണ്. ശരിയായ അഭിഷേകം ലഭിച്ചിട്ട് ശത്രുവിനെ തോൽപ്പിക്കാത്ത ഒരു സാഹചര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. നിങ്ങളിലേക്ക് കടന്നു വരുന്ന ശരിയായ പരിശുദ്ധാത്മ അഭിഷേകം അത് ശത്രുവിൻ്റെ തലയെ തകർക്കുന്ന ഒരു അഭിഷേകമാണ്. ഇനി അഭിഷേകത്തെ സംബന്ധിച്ച്, നമ്മുടെ അഭിഷേകം എന്ന് പറയുമ്പോൾ ബലിപീഠത്തിൽ നമ്മുടെ മേൽ തളിക്കപ്പെടുന്ന അഭിഷേകം അത് നമ്മൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അഭിഷേകം എന്ന് പറയുന്നത് ഒരിക്കൽ ലഭിച്ചിട്ട് എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അതിനെ നമ്മൾ ദിവസവും പുതുക്കണം. ഇപ്പോൾ സഭാപ്രസംഗി അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, നിൻ്റെ തലയിൽ എണ്ണ കുറഞ്ഞു പോകരുത്. സങ്കീർത്തന പുസ്തകം 92-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, പുതിയ എണ്ണയാൽ എന്നെ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ച് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നലകളിലെ വാർഫെയർ എക്സ്പീരിയൻസോ ഇന്നലകളിലെ അഭിഷേകം കൊണ്ടോ ഈ അന്ത്യനാളിൽ ഉയർന്നു വരുന്ന പൈശാചിക തലങ്ങളെ നമുക്ക് കീഴടക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് ഫോർമർ റെയിൻ ആൻഡ് ലാറ്റർ റെയിൻ, മുൻമഴയും പിന്മഴയും. അപ്പോൾ ഈ അന്ത്യനാളിൽ എൻ്റെ മേലും നിങ്ങളുടെ മേലും ഒരു പിന്മഴ വരാൻ പോകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പല വിശുദ്ധീകരണത്തിൻ്റെ, സാങ്ക്ടിഫിക്കേഷൻ്റെ, ക്രഷിങ് മൊമെൻറ്റുകളെല്ലാം ആ പിന്മഴയുടെ അഭിഷേകം നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ കർത്താവ് നിങ്ങളെ ഒരുക്കുന്ന അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെയും തിരുവചന വായനയിലൂടെയും മെഡിറ്റേഷനിലൂടെയും എപ്പോഴും നമ്മൾ നമ്മുടെ ആത്മാവിൽ അഭിഷേകത്തെ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അപ്പം അന്ധകാര ശക്തികളുടെ നുഖങ്ങൾ നമ്മൾ തകർക്കുന്നത് മനുഷ്യൻ്റെ ശക്തിയാലോ ബലത്താലോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന അഭിഷേകത്താലാണ്. ഇപ്പോൾ ഏഷ്യ 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറയുന്നു, അഭിഷേകം ഹേതുവായി നുഖങ്ങൾ തകർന്നു പോകും. അപ്പോൾ ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത്, ഒരു മൃഗം അത് കൊഴുത്തു തടിക്കുമ്പോൾ അതിൻ്റെ കഴുത്തിലുള്ള നുകം തനിയെ പൊട്ടിപ്പോകുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ വളരുമ്പോൾ പിശാചിൻ്റെ സകല നുകങ്ങളും തകർന്ന് തരിപ്പണമാകും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ഈ വർഷത്തെ ഫിസിക്കൽ മീറ്റിങ്ങുകളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ ഫിസിക്കൽ മീറ്റിങ്ങിൻ്റെ പേര് എന്ന് പറയുന്നത് റീബിൽഡ് ആൻഡ് റൈസ് കോൺഫറൻസ് എന്നാണ്. 2 ദിവസത്തെ ഫുൾ കോൺഫറൻസാണ് നമ്മൾ ചെയ്യുന്നത്. 6 ദിവസത്തെ ഡെലിവറൻസ് സെഷൻസ് ആണ്. കേരളത്തിലെ മീറ്റിങ്ങുകൾ തിരുവല്ല, ട്രിവാൻഡ്രം, ചാലക്കുടി. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തുള്ള മീറ്റിങ്ങുകൾ ഓസ്ട്രേലിയ, അയർലൻഡ്, ലണ്ടൻ, ലാറ്റ്വിയ, ഫിലാഡൽഫിയ, ഷിക്കാഗോ, ഹ്യൂസ്റ്റൺ, ദുബായ്, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ ആൻഡ് ഹൈദരാബാദ്. പാരമ്പര്യ ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, സാമ്പത്തിക ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ, മന്ത്രവാദം, ആഭിചാരം തുടങ്ങിയുള്ള മോചനം, ആന്തരിക സൗഖ്യ ശുശ്രൂഷ, പൈശാചിക സ്വപ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ, ഓയിൽ അഭിഷേക പ്രാർത്ഥന, സർപ്പശക്തി എന്നുള്ള വിടുതൽ, അങ്ങനെ അനേകം വിടുതൽ ശുശ്രൂഷകൾ നമ്മൾ ഒരുമിച്ച് 2 ദിവസം 6 സെഷനുകളായിട്ട് ചെയ്യുന്നു. രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങളിപ്പോൾ വാച്ച് ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെ, യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻക്വയറീസിന് വേണ്ടി നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യാം. admin@nmgglobal.org അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാം. എല്ലാ ബുധനാഴ്ചയിലും നമുക്ക് മലയാളത്തിൽ ലൈവ് ശുശ്രൂഷകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലുമുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഇംഗ്ലീഷിൽ നമുക്ക് ഡെലിവറൻസ് ആൻഡ് ഹീലിംഗ് സെഷനുകളുണ്ട്. കഴിയുന്ന എല്ലാവരും ആ ശുശ്രൂഷകൾ ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിക്ക് അറ്റൻഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.nmgglobal.org. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഈ വീഡിയോ കാണുന്ന ഓരോ ദൈവമക്കളുടെ മേലും ഇപ്പോൾ അങ്ങയുടെ പുത്തൻ പുതിയ അഭിഷേകത്തെ അങ്ങ് ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ ബന്ധിച്ചിരിക്കുന്ന ഏതെങ്കിലും സാത്താനിക നുഖങ്ങളുണ്ടെങ്കിൽ, രോഗചങ്ങലകളുണ്ടെങ്കിൽ, പൈശാചിക ബന്ധനങ്ങളുണ്ടെങ്കിൽ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അത് തകർന്നു പോകുവാൻ ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശയ്യ 10:27 പറഞ്ഞിരിക്കുന്നത് പോലെ അഭിഷേകത്തിൻ്റെ ശക്തി ഇപ്പോൾ ഈ മക്കളുടെ ശരീരത്തിലും ആത്മാവിലും ദേഹിയിലും വ്യാപരിച്ചിറങ്ങട്ടെ. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ദേഹി, നിങ്ങളുടെ ശരീരമൊക്കെ പുതിയ അഭിഷേകത്തിൻ്റെ എണ്ണയാൽ ഈ സമയത്ത് നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, പേഷ്യൻസ് അങ്ങയുടെ ജനത്തിന് കൊടുക്കണമേ. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ എൻഡ്യൂർ ചെയ്യാൻ അവരെ പഠിപ്പിക്കണമേ. അവർ കടന്നു പോകുന്ന എല്ലാ മൊമെൻറ്റുകളിലും പരിശുദ്ധാത്മാവ് കരം പിടിച്ച് അവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിലുള്ള അഭിഷേകത്തിൻ്റെ ഓയിൽ അത് വർദ്ധിക്കട്ടെ. പുത്തൻ പുതിയ ഓയിൽ, അഭിഷേകം എല്ലാ മക്കളിലേക്ക് ചൊരിയപ്പെടട്ടെ. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൻ്റെ വാതിലുകൾ ഈ ജനത്തിന് മുകളിൽ തുറന്നു വരട്ടെ. ഇപ്പോൾ തന്നെ അവർ ടഞ്ചിബിളായിട്ട് അത് ഫീൽ ചെയ്യട്ടെ. ഹല്ലേലൂയ. പുതിയ ശക്തിയിൽ, പുതിയ ബലത്തിൽ സഞ്ചരിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. മക്കളെ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.